ശരണ്യ സ്നേഹജനാണ് ആലപ്പുഴയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. പങ്കാളിക്കൊപ്പം ചേർന്ന് മകനെ ക്രൂരമായി ആക്രമിച്ചുവെന്ന കേസിൽ വിശദീകരണവുമായി യൂട്യൂബ് ചാനൽ അവതാരക അനുപമ. 12 വയസ്സുകാരനായ മകനെ ഉപദ്രവിക്കേണ്ട കാര്യം തനിക്കില്ലെന്നും മുൻ ഭർത്താവിന്റെ കള്ളക്കഥയാണെന്നുമാണ് യുവതിയുടെ വിശദീകരണം. വന്ന് കിടന്നുറങ്ങട എന്ന് പറഞ്ഞ് കൈയോങ്ങിയപ്പോൾ ഉണ്ടായ പോറലിൽ കലാമിൻ ലോഷൻ തേച്ച് മുൻ ഭർത്താവ് മെനഞ്ഞ കഥയാണ് പുറത്തോടുന്നതെന്നും ഫേസ്ബുക്ക് കുറിപ്പിൽ പറയുന്നു. നവംബർ 12-നാണ് മകനെ മർദ്ദിച്ചെന്ന പരാതിയിൽ സിവിൽ സപ്ലൈസ് ജീവനക്കാരിയായിരുന്ന യുവതിയെ പോലീസ് അറസ്റ്റ് ചെയ്തത്. അമ്മ ആൺസുഹൃത്തിനൊപ്പം കഴിയുന്നതിനെ എതിർത്തതോടെ 7ാം ക്ലാസ്സുകാരനെ മർദ്ദിച്ചെന്നായിരുന്നു കേസ്. അമ്മയുടെ ആൺസുഹൃത്ത് കഴുത്തിന് കുത്തിപ്പിടിച്ച് ഉയർത്തിയ ശേഷം തന്നെ മർദ്ദിച്ചെന്നാണ് 7ാം ക്ലാസ്സുകാരന്റെ മൊഴി. കൊച്ചിയിൽ നിന്ന് നവമി ദിനേശ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. നവമി, സംഭവം നമ്മൾ നേരത്തെ ഏറെ ചർച്ച ചെയ്ത ഒരു വിഷയമാണ്. കാരണം സ്വന്തം അമ്മയും ആൺസുഹൃത്തും തമ്മിലുള്ള ബന്ധത്തെ എതിർത്തതിന് 7ാം ക്ലാസ്സുകാരനായ മകനെ അമ്മയും ആൺസുഹൃത്തും ചേർന്ന് ക്രൂരമായി മർദ്ദിച്ചെന്നായിരുന്നു പുറത്തു വന്ന വാർത്ത. പക്ഷേ ദിവസങ്ങൾക്ക് ശേഷമാണ് ഈ സംഭവത്തിൽ വിശദീകരണവുമായി യൂട്യൂബറായിട്ടുള്ള യുവതി രംഗത്തെത്തിയിരിക്കുന്നത്. എന്താണ് അവർ പറയുന്നത്? ഈ അമ്മയുടെ വിശദീകരണം അത് മറ്റൊരു തരത്തിലാണ്. മകന് ചില മാനസിക പ്രശ്നമുണ്ട്. അതായത് ടീനേജ് പ്രായമായിട്ടുള്ള 12 വയസ്സുകാരനുള്ള മകനാണ്. മകന് ഇത്തരത്തിൽ പഠിക്കാൻ അല്പം മോശമാണ്. ഫോൺ വേണമെന്ന് ആവശ്യപ്പെടുന്നുണ്ട്. ഐഫോൺ വാങ്ങിച്ചു കൊടുക്കാത്തതിന് വളരെയേറെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അശ്ലീല സൈറ്റുകളിൽ കയറുകയും അശ്ലീല ആളുകളെ ഫോളോ ചെയ്യുക, അതായത് ഇൻസ്റ്റഗ്രാമിലൊക്കെ ഇത്തരത്തിൽ അശ്ലീലമായിട്ട് വീഡിയോ ചെയ്യുന്നവരെ ഫോളോ ചെയ്യുന്ന സ്വഭാവമൊക്കെ മകനുണ്ടായിരുന്നു. അത് പലപ്പോഴായി ഈ അമ്മ വിലക്കുകയും ചെയ്തു. ഈ അമ്മയുടെ ആൺസുഹൃത്ത് എന്ന് പറയുന്ന വ്യക്തി ആ വീട്ടിൽ തന്നെ ഉള്ളതാണ്. അത് ഈ യുവതി പറയുന്നത് പ്രകാരം അത് തന്റെ ആൺസുഹൃത്തല്ല, തന്നെ അനിയനെ പോലെ കരുതുന്ന, തന്നെ വിഷമഘട്ടത്തിലൊക്കെ സഹായിച്ച ഒരു ആളാണ്, ഒരു ആൺസുഹൃത്താണ്. തന്റെ അനിയനെ പോലെയാണ് ആ വീട്ടിലുള്ളപ്പോൾ തന്റെ അച്ഛന്റെ അമ്മയുടെ ഒപ്പം തന്നെയാണ് ഈ സഹോദരനെ പോലെ കരുതുന്ന ഈ യുവാവും അവിടെ ഉള്ളത്. തങ്ങളുടെ ബന്ധുക്കളുടെ വീട്ടിലെ കല്യാണത്തിനൊക്കെ താൻ ഈ യുവാവും വന്നിട്ടുമുണ്ട്. അങ്ങനെ അത്രയും കുടുംബവുമായും അത്രയും അടുപ്പമായിട്ട് നിൽക്കുന്ന ഒരാളാണ്. മറിച്ച് മാധ്യമങ്ങളിൽ വന്നതുപോലെ അമ്മയുടെ ആൺസുഹൃത്തോ അല്ലെങ്കിൽ കാമുകരോ ഒന്നുമല്ല അയാൾ എന്നുകൂടി ഈ യുവതി പറഞ്ഞു വെക്കുന്നുണ്ട്. തനിക്ക് മുൻപും ഒരു പാർട്ട്ണർ ഉണ്ടായിരുന്നു. പക്ഷേ മകന്റെ ഈ പ്രശ്നങ്ങൾ കാരണം ഒരു ദിവസം ചികിത്സയ്ക്കായി കൊണ്ടുപോയി, കൗൺസിലിങ്ങിന് കൊണ്ടുപോയി. അവിടെ നിന്ന് ഡോക്ടർ പറഞ്ഞത് മകന് അമ്മയോട് ഒബ്സഷനാണ്, അതായത് അമ്മയോട് അമിതമായിട്ടുള്ള സ്നേഹമാണ്. അമ്മയെ മറ്റാരെങ്കിലും, ഇപ്പോൾ അമ്മയുടെ ആൺസുഹൃത്തുക്കളോ അല്ലെങ്കിൽ സുഹൃത്തുക്കളായിക്കോട്ടെ, ആരെങ്കിലും അമിതമായി അമ്മയോട് സ്നേഹം കാണിക്കുന്നതോ അമ്മ അവരുമായിട്ട് ഇടപെടുന്നതോ ഒന്നും തന്നെ മകൻ ഇഷ്ടമല്ല എന്ന് ഈ ഡോക്ടർ പറയുകയും ചെയ്തിരുന്നു. ഇത് കൃത്യമായി തന്നെ ഈ കുട്ടിയുടെ അച്ഛനെ, അതായത് ഈ യുവതി ഭർത്താവുമായി വേർപിരിഞ്ഞ് കഴിയുകയാണ്. ആ ഭർത്താവ് വേറെ കല്യാണവും കഴിച്ച്, പക്ഷെ ആ കോടതിയിൽ വെച്ച് മകനെ വേണ്ട എന്നാണ് ഭർത്താവ് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ പിന്നെ മകനെ അച്ഛന്റെ അടുത്തേക്ക് അയക്കത്തൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇക്കാര്യം മകന്റെ ഈ സ്വഭാവത്തെക്കുറിച്ച് അച്ഛനോട് പറയുമായിരുന്നു. അതിന്റെ വാട്സപ്പ് ചാറ്റും ഈ യുവതി ഫേസ്ബുക്കിലൂടെ പുറത്തു വിട്ടിട്ടുണ്ട്. ഈ മകന് ഇത്തരം പ്രശ്നമുണ്ട്, തന്നോടൊപ്പം കിടക്കണമെന്ന് പറഞ്ഞ് വാശി പിടിക്കുന്നുണ്ട്. 12ാം വയസ്സുകാരൻ ഇപ്പോഴും അമ്മയോട് കിടക്കുന്നത് മോശമല്ലേ എന്ന തരത്തിൽ ഈ കുട്ടി അച്ഛനോട് സംസാരിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ സ്കൂളിലെ ക്ലാസ്സിലെ ടീച്ചർമാരും സഹപാഠികളും ഫ്ളാറ്റിലെ സെക്യൂരിറ്റി ഉൾപ്പെടെ കുട്ടിയുടെ മോശം സ്വഭാവത്തെക്കുറിച്ച്, കുട്ടി പഠിക്കാത്തതിനെ കുറിച്ച്, അമിതമായിട്ടുള്ള കുസൃതിയെ കുറിച്ചൊക്കെ പലതവണ പരാതി നൽകിയിട്ടുണ്ടെങ്കിൽ പോലും മകനെ വിലക്കുവാനോ ഒന്നും തന്നെ താൻ തയ്യാറായില്ല. അത് മകനോടുള്ള സ്നേഹം കൊണ്ടായിരുന്നു. പക്ഷേ മകൻ ഇത്രയും ഒരു കള്ളം പറഞ്ഞ്, അതായത് ഫോൺ വാങ്ങിച്ചു കൊടുക്കാത്തതിന്റെ ഒരു ദേഷ്യം മകൻ ഈ അമ്മയോടുണ്ടായിരുന്നു. ഈ സംഭവം നടക്കുന്ന ദിവസം മകനെ തല്ലിയില്ല, പകരം മകനെ അടിക്കാനായി കൈ ഓങ്ങി, അതായത് വന്ന് കിടക്കട എന്ന് പറഞ്ഞ് ഒരു തർക്കമുണ്ടായി. അതിനൊടുവിൽ മകനോട് ദേഷ്യപ്പെട്ട് വന്ന് കിടക്കട എന്ന് പറഞ്ഞു. ആ സമയത്ത് കൈ ഓങ്ങിയതാണ്. ഈ കൈയിലെ നഖം കൊണ്ട് മകന്റെ നെഞ്ചിൽ മുറിവേൽക്കുകയും ചെയ്തു. അതാണ് പിന്നീട് ഈ ആദ്യ ഭർത്താവ്, ഈ യുവതിയുടെ ആദ്യ ഭർത്താവും ഈ കുട്ടിയുടെ അച്ഛനുമായിട്ടുള്ള ഇയാൾ വ്യാജ പരാതി പോലീസിന് നൽകുകയും ഒക്കെ ചെയ്തത്. എന്തായാലും ഈ യുവതി കുറിപ്പ് അവസാനിപ്പിക്കുമ്പോൾ ഒരു കാര്യം കൂടി പറഞ്ഞു വെക്കുന്നുണ്ട്. എന്തായാലും അച്ഛൻ കൊണ്ടുപോയി നോക്കട്ടെ.
അങ്ങനെ വിശ്വസിക്കാൻ കഴിയുമോ? കാരണം ഒന്ന് കൈ ഓങ്ങിയപ്പോൾ വന്ന് കിടക്കട എന്ന് പറഞ്ഞ് കൈ ഓങ്ങിയപ്പോൾ വിരലുകൾ കൊണ്ടു എന്ന് പറയുന്നു. പക്ഷെ അത് ഒരു മാന്തി പറിച്ച ലക്ഷണമാണ്. ആ കുട്ടിയും പറഞ്ഞ കാര്യം ഇതായിരുന്നു. പല രീതിയിലുള്ള വാദങ്ങൾ ഉന്നയിക്കുന്നുണ്ട് ഈ അമ്മ, യുവതി. അതായത് മകന്റെ സ്വഭാവവുമായി ബന്ധപ്പെട്ട്, ചെറിയ കുട്ടികളാണ്, കൗമാരക്കാരാണ്, പ്രത്യേകിച്ച് ഇത്തരം ദുരനുഭവങ്ങൾ വീട്ടിൽ നേരിടുന്നൊരു കുട്ടിയാണ്. അച്ഛനും അമ്മയും തമ്മിലുള്ള പ്രശ്നങ്ങൾ, അതേ തുടർന്നുള്ള ഈ രീതിയിലുള്ള പല രീതിയിലുള്ള സംഘർഷങ്ങളിലൂടെ കടന്നു വന്നൊരു ബാല്യം. സ്വാഭാവികമായും ഇത്തരം കുട്ടികൾക്കിടയിൽ ഈ സ്വഭാവ വൈകല്യങ്ങൾ, ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാം. അതിന്റെ കാരണക്കാരാരാന്ന് കൂടി പരിശോധിക്കേണ്ടതാണ്. പക്ഷേ ഈ അമ്മയുടെ വാദങ്ങൾ എത്രത്തോളം അംഗീകരിക്കാൻ കഴിയും, വിശ്വസിക്കാൻ കഴിയുന്ന ഒന്ന്? എന്തായാലും കുട്ടിയുടെ അമ്മ ഇങ്ങനെയൊക്കെയാണ് പറഞ്ഞു വെക്കുന്നത്. ഇനി എന്താണ് ഇതിന്റെ സത്യാവസ്ഥ എന്ന് നമുക്ക് അറിയില്ല. കാരണം അവരുടെ ഫേസ്ബുക്ക് കുറിപ്പിലൂടെയുള്ള കാര്യങ്ങളാണ് ഇതെന്നൊക്കെ നമുക്ക് മനസ്സിലാകുന്നത്. ഇപ്പോൾ അവർ പറഞ്ഞു വെക്കുന്നത് ഒരു കാര്യം കൂടിയുണ്ട്. അച്ഛൻ എന്തായാലും കുട്ടിയെ നോക്കട്ടെ, അച്ഛൻ വേറെ കല്യാണം കഴിച്ചതാണ്, അവർക്കൊരു കുട്ടിയുണ്ട്. ആ കുട്ടിയെ ഈ മകൻ 12 വയസ്സുകാരൻ ഉപദ്രവിക്കുകയാണെങ്കിൽ മാത്രം ഞാൻ പറഞ്ഞതിൽ കഴമ്പുണ്ടെന്ന് നിങ്ങൾ വിശ്വസിച്ചാൽ മതിയാകും. അല്ലെങ്കിൽ ആ അച്ഛൻ എന്താണ് അമ്മ അനുഭവിച്ചതെന്ന് അച്ഛനും കൂടി കുറച്ചുനാൾ അനുഭവിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ അമ്മ ഈ കുറിപ്പ് അവസാനിപ്പിക്കുന്നത്. വളരെ വൈകാരികമായിട്ടുള്ള ചില കാര്യങ്ങൾ കൂടി അവർ പറയുന്നുണ്ട്. ഡിവോഴ്സ് ആയതിനു ശേഷവും മകനെ അച്ഛന് വേണ്ട എന്ന് പറഞ്ഞിട്ട് പോലും അതിന് പിന്നീട് തുടർ കേസ് കൊടുക്കുവാനോ അല്ലെങ്കിൽ ഒരു പാരിതോഷികം തരാനോ ഒന്നും താൻ ആവശ്യപ്പെട്ടിരുന്നില്ല. പകരം മകനെ സ്വന്തമായി നോക്കാമെന്ന് തന്നെയാണ് പറഞ്ഞത്. തനിക്കൊരു ജോലി ഉണ്ടായിരുന്നു, ഈ കേസോടുകൂടി ജോലി നഷ്ടപ്പെട്ടു. മകനെ ഓഫീസിടങ്ങളിൽ പോകുമായിരുന്നു. അവന്റെ ഈ ചില സ്വഭാവത്തിലെ ചില പ്രശ്നങ്ങൾ കാരണം ഒറ്റയ്ക്ക് നിർത്തി പോകാൻ കഴിയാത്ത അവസ്ഥയിലാണ്. അതോടൊപ്പം ഒരു കാര്യം യുവതി പറയുന്നുണ്ട്. ഇതിനു മുൻപും ഈ കുട്ടി വീട്ടിൽ ചില മോശം സ്വഭാവം കാണിക്കുകയും, അതായത് ഒരുപാട് വീട്ടിലെ സാധനങ്ങൾ എറിഞ്ഞ് പൊട്ടിക്കുകയും വീട്ടുകാരെ ഉപദ്രവിക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് വരുന്ന സമയത്ത് അന്ന് പോലീസിനെ വിളിച്ചറിയിക്കുകയും പോലീസ് വന്ന് കുട്ടിയെ സമാധാനപ്പെടുത്തി പോവുകയും ചെയ്തിരുന്നു എന്നുകൂടി യുവതി തന്റെ ഫേസ്ബുക്ക് കുറിപ്പിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. എന്തായാലും പോലീസ് ഇതറിയാമായിരിക്കും, അവർക്ക് ഇതിനെക്കുറിച്ച് അറിയാമല്ലോ എന്നുകൂടി യുവതി പറഞ്ഞു വെക്കുന്നുണ്ട്. അങ്ങനെ ഈ കുട്ടിയുടെ ചില വാശികളാണ് ഇത്രയും വലിയ കാര്യങ്ങളിലേക്ക്, അല്ലെങ്കിൽ വാശി പിടിച്ച കുട്ടിയോട് അത് അനുവദിക്കില്ല എന്ന് പറഞ്ഞതിന് പിന്നാലെയാണ് അവൻ ഇത്തരത്തിലുള്ള കഥകൾ മെനയുകയും അതിനെ അവന്റെ അച്ഛൻ തനിക്കെതിരെ മോശമായിട്ടുള്ള രീതി. കുഞ്ഞിന് ഈ രീതിയിലുള്ളൊരു സ്വഭാവ പ്രശ്നമുണ്ടെങ്കിൽ അതിന്റെ കാരണക്കാരാരാണ്? ഒരുപക്ഷെ മാതാപിതാക്കൾ തന്നെയാകും. ചെറിയ കുട്ടികളാണ്, കുസൃതികൾ കാണിക്കും, അതിന്റെ പേരിൽ പോലീസിനെ വിളിച്ചു വരുത്തുന്നു, ആ കുട്ടിയുടെ സ്വഭാവത്തിന് പ്രശ്നമുണ്ടെന്ന് പരസ്യമായി പറയുന്നു. എത്രത്തോളം മാനസിക ബുദ്ധിമുട്ട്, ശാരീരികമായ ഉപദ്രവങ്ങളൊക്കെ ആ കുഞ്ഞിന് ഏൽക്കേണ്ടി വന്നിട്ടുണ്ട് എന്ന കാര്യം വളരെ വ്യക്തമാണ്. കാരണം അതേ രീതിയിലുള്ള ഒരു പരാമർശങ്ങൾ തന്നെയാണ് ഈ യുവതിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിലുമുള്ളത്.